വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ വായന ഭാഗം 2 ശമൂവേൽ 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. മഹ്ലോൻ്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു. കാലക്ഷേപത്തിനു വേണ്ടി മോവാബിൽ പരദേശികളായി താമസിച്ച യഹൂദ ദമ്പതികളായ എലീമേലെക്കിൻ്റെയും ഭാര്യ നവോമിയുടെയും ഒരു മകൻ്റെ ഭാര്യയായിരുന്നു രൂത്ത്. മഹ്ലോൻ്റെ ഭാര്യയായിരുന്നു രൂത്ത് എന്ന് രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണുന്നു. സ്നേഹിത എന്നാണ് രൂത്ത് എന്ന പേരിൻ്റെ അർത്ഥം. ഈ രൂത്താണ് രൂത്ത് എന്ന പുസ്തകത്തിൻ്റെ പ്രധാന കഥാപാത്രം. രൂത്ത് യഹൂദ രാജവംശ സ്ഥാപകനായ ദാവീദിൻ്റെ മാതാമഹിയായിരുന്നു. ഉത്കൃഷ്ട ഗുണങ്ങൾ ഒത്തിണങ്ങിയ വ്യക്തിയായിരുന്നു രൂത്ത്. ഈ പ്രഭാതത്തിൽ രൂത്തിൻ്റെ ചില ഗുണഗണങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, എല്ലാം ദൈവഹിതമെന്ന് തിരിച്ചറിയുന്ന രൂത്ത്. നിർവ്യാജ സ്നേഹത്തിൻ്റെയും നിഷ്കളങ്ക ഭക്തിയുടെയും വർണ്ണോജ്വല പ്രകാശം വിതറുന്ന ഒരു ആദർശ വനിതയാണ് രൂത്ത്. അത് അവളുടെ സ്വഭാവ വൈശിഷ്ട്യത്തിന് മാറ്റുകൂട്ടുന്നു. യൗവനകാലത്തിൽ തന്നെ രൂത്തിന് വൈധവ്യം സംഭവിച്ചു. തുടർന്ന് അവൾ സ്വന്തം നാടും വീടും ചാർച്ചക്കാരെയും വിട്ടുപിരിയുന്നു. മാത്രമല്ല, സ്വന്തം ഭവനത്തിൽ പോയിട്ട് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനുള്ള അവസരങ്ങൾ വേണ്ട എന്ന് അവൾ വയ്ക്കുന്നു. താൻ ബാല്യം മുതൽ പഠിച്ചു വന്ന തൻ്റെ മതവിശ്വാസം, തൻ്റെ കൂട്ടുകാർ, ഇവയെല്ലാം വേണ്ട എന്ന് വയ്ക്കുവാൻ രൂത്ത് തീരുമാനിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നവൾ ചിന്തിക്കുന്നതേയില്ല. പകരം തൻ്റെ മാതാവിൻ്റെ സംരക്ഷണ ചുമതല അവൾ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഭർതൃഭവനത്തിൻ്റെ ദൈവവിശ്വാസവും അവൾ സ്വമേധയാ സ്വീകരിക്കുന്നു. തൻ്റെ ഭർതൃമാതാവിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുവാനുള്ള ആർജവം അതിനോടകം തന്നെ രൂത്ത് നേടിയിരുന്നു. അതിനാൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവഹിതമായിരുന്നു എന്ന് അവൾ തിരിച്ചറിയുന്നു. രണ്ടാമതായിട്ട്, ഏറ്റവും താഴ്ന്ന സ്ഥാനം സ്വീകരിക്കുന്ന രൂത്ത്. ബെത്ലഹേമിലെത്തിയ രൂത്ത് ഇപ്പോൾ ഒരു അന്യജാതിക്കാരിയാണ്. മിശ്ര വിവാഹമായിരുന്നു അവളുടേത്. ഉപജീവന മാർഗമില്ലാതിരുന്ന രൂത്ത് കൊയ്ത്തുകാരുടെ ഇടയിൽ വേല ചെയ്യുവാൻ തയ്യാറായി. മറ്റുള്ളവർ ഒരുപക്ഷെ തന്നെ അംഗീകരിക്കുവാനായിട്ട് സാധ്യതയില്ല എന്ന് അവൾക്കറിയാം. എങ്കിലും അനാഥർക്കും പരദേശികൾക്കും വയലിൽ കാല പെറുക്കുവാൻ അവസരമുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും വിനയപ്പെട്ട് ഏറ്റവും താഴ്ന്ന സ്ഥാനം രൂത്ത് സ്വീകരിക്കുന്നു. അവളിലെ താഴ്മ തന്നെയാണ് അവളെ ഉന്നതിയിൽ എത്തിക്കുന്നത്. അവിടെ നിന്നും അവൾ ബോവസിൻ്റെ ഭാര്യയായിട്ട് തീരുന്നു. രൂത്തിൻ്റെയും ബോവസിൻ്റെയും പുത്രനായ ഒബേദിൻ്റെ മകനാണ് ദാവീദിൻ്റെ മകനായ ഇശായി. ഈ വംശാവലിയിലായിരുന്നു യേശുവും ജനിച്ചത്. അങ്ങനെ യേശുവിൻ്റെ വംശാവലിയിൽ ഇടം പിടിക്കുവാൻ രൂത്തിന് സാധിച്ചു. കാരണം അവളുടെ സ്വഭാവ വൈശിഷ്ട്യം തന്നെ ആയിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുവാനും താഴ്മയോടെ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.